കൊല്ലം തടിക്കാട് സ്കൂളിൽ പ്രിൻസിപ്പലും അധ്യാപകരും സ്കൂൾ ജീവനക്കാരനും ചേർന്ന് വിദ്യാർത്ഥിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. റൂമിനകത്ത് അടച്ചിട്ടാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. +2 വിദ്യാർത്ഥിയായ ഷെജീറിനാണ് വെട്ടേറ്റത്. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, എന്താണ് സംഭവിച്ചത്? സ്വാമി, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ വിദ്യാർത്ഥി, അതായത് ഷെജീർ എന്ന +2 വിദ്യാർത്ഥിയുമായി ഈ സ്കൂളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഇദ്ദേഹം ഈ വിദ്യാർത്ഥി സ്കൂളിൽ വരുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് രക്ഷിതാവിനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്നായിരുന്നു അധ്യാപകർ, പ്രിൻസിപ്പൽ റംല ബീഗം ഈ വിദ്യാർത്ഥിയോട് പറഞ്ഞത്. തുടർന്ന് തന്റെ ഉമ്മയുമായി ആദ്യം ഷെജീർ വന്നു. ഇന്ന് ഉമ്മയ്ക്ക് വരാൻ കഴിയില്ല, ഉമ്മ അവിടെ ഒരു ചായക്കട നടത്തുന്ന സ്ത്രീയാണ്, അതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴും പറ്റില്ല, ഇന്ന് തന്നെ ഉമ്മയെ വിളിച്ചുകൊണ്ട് വരണമെന്നാണ് ആദ്യം റംല ബീവി പ്രിൻസിപ്പൽ പറഞ്ഞത്. തുടർന്ന് ഉമ്മ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഉമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതറിഞ്ഞതിനെ തുടർന്ന് ഷെജീർ സ്കൂളിൽ അല്പം ബഹളം വെച്ചു. ബഹളം അനിയന്ത്രിതമായതിനെ തുടർന്ന് 2 അധ്യാപകർ വന്ന് ആദ്യം മുഖത്ത് കുത്തിപ്പിടിക്കുകയും തുടർന്ന് മുഖത്ത് ആഞ്ഞു മർദ്ദിക്കുകയുമായിരുന്നു. എന്നിട്ടും അടങ്ങാതെ വന്നപ്പോഴായിരുന്നു സ്കൂളിലെ ഡ്രൈവർ വന്ന് ഈ വിദ്യാർത്ഥിയെ ഏതോ ഒരു മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് വെട്ടുകയായിരുന്നു. അധ്യാപകരും കൂടെ സംഘടിതമായി നിന്നുകൊണ്ടാണ് ഈ വെട്ടുണ്ടായത്. രാവിലെ ഇദ്ദേഹത്തിന്റെ ഇടത് കൈയിലെ മാംസം പൂർണ്ണമായും അറ്റുതെറിച്ചു, വെയിൻ കട്ടായിട്ടുണ്ട്. വളരെ ഗുരുതരമായ പരിക്കാണ് എന്നതിനാൽ അടിയന്തരമായ ശസ്ത്രക്രിയ വേണം എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ ഷെജീറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം അടിയന്തര ശസ്ത്രക്രിയ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. ഏതായാലും നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ അഞ്ചൽ തടിക്കാട് THSS സ്കൂളിലെ അധ്യാപകരെ പറ്റി നിരവധി ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായതായി പ്രദേശവാസികൾ നമ്മളോട് പറയുന്നു. അവിടെ 2006-ൽ ഒരു വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് സമരത്തിനായി ചെന്ന വിദ്യാർത്ഥികൾക്ക് നേരെ എയർഗൺ ചൂണ്ടിയ വ്യക്തിയാണ് ഈ പ്രിൻസിപ്പൽ എന്ന ആരോപണം വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവർ വളരെ ഗുരുതരമായ ചെറിയ തെറ്റുകൾക്ക് പോലും വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായ ശിക്ഷ ഈ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നു. എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് ആണ്, ഏകപക്ഷീയമായി ആക്രമണങ്ങൾ നടത്തുന്നവരാണ് ഇവിടുത്തെ അധ്യാപകർ. വളരെ ക്രൂരമായ ശിക്ഷയാണ് വിദ്യാർത്ഥികൾക്ക്, ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷയാണ് അവർ ചെയ്യുന്നത് എന്നാണ് അധ്യാപകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഷെജീറിന്റെ ഉമ്മ ഇപ്പോൾ ഒരു ആക്സിഡന്റിൽ പരിക്കേറ്റ് മറ്റൊരു ആശുപത്രിയിലും, ഷെജീർ ഇത്തരത്തിൽ അധ്യാപകരുടെ വെട്ടേറ്റ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ആണ് ഉള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി, ജീവൻ, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നത്? കേസ് എടുത്തിട്ടുണ്ടോ? സ്വാമി, ഇത് സംബന്ധിച്ച് നമ്മൾ പോലീസ് അധ്യാപകരും തടിക്കാട് THS സ്കൂളിലെ അധ്യാപകരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ ഈ കാര്യത്തിൽ ഒരു പ്രതികരണത്തിനും തയ്യാറായില്ല. കാരണം അവർ ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സംഭവം ഉണ്ടായതായി അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മറ്റൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഈ വിദ്യാർത്ഥിയെ പ്രതിയാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു കേസ് അവിടെ എടുക്കാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ വിദ്യാർത്ഥി സ്കൂളിൽ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ സ്വയം ചില്ലിൽ കൊണ്ട് തലയിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് തലയും കൈയും മുറിഞ്ഞത് എന്ന തരത്തിലേക്ക് ഒരു വ്യാഖ്യാനം സ്കൂൾ അധികാരികൾ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയതായി നമുക്കറിയാൻ കഴിയുന്നുണ്ട്. കൊല്ലം തടിക്കാട് സ്കൂളിൽ പ്രിൻസിപ്പലും അധ്യാപകനും സ്കൂൾ ജീവനക്കാരനും ചേർന്ന് വിദ്യാർത്ഥിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. റൂമിനകത്ത് അടച്ചിട്ടാണ് പരിക്കേൽപ്പിച്ചത്. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് വധശിക്ഷയില്ല. സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി തള്ളി. ഗോവിന്ദചാമിക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി. വിധി പ്രസ്താവനത്തിനിടെ കോടതിയിൽ നാടകീയ രംഗങ്ങൾ. ജസ്റ്റിസ് മാർക്കണ്ഡേയ ഗഡ്ജുവിനെതിരെ കോടതിയലക്ഷ്യത്തിന് നോട്ടീസ്. ഗഡ്ജു കോടതിയെയും ജഡ്ജിമാരെയും അപമാനിക്കുകയായിരുന്നുവെന്ന് സുപ്രീം കോടതി. ഗഡ്ജുവും ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഗഡ്ജുവിനെ കോടതിയിൽ നിന്നും വിളിച്ചുകൊണ്ടുപോകാൻ ജഡ്ജി ആവശ്യപ്പെട്ടു. അതേസമയം വിധിയെ വിമർശിക്കാൻ ആർക്കും അധികാരമുണ്ടെന്നും കോടതി നടപടിയെ ഭയപ്പെടുന്നില്ലെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ ഗഡ്ജു പറഞ്ഞു. സുപ്രീം കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചെങ്കിലും ലഭിച്ചില്ലെന്ന് സൗമ്യയുടെ അമ്മ സുമതി. ഒരമ്മയ്ക്കും ഈ ഗതി വരരുതെന്നും ഒരിക്കലും ഗോവിന്ദചാമി ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും സുപ്രീം കോടതി വിധിക്ക് ശേഷം സുമതി പ്രതികരിച്ചു.
കേസ് വാദിച്ചു തുടങ്ങി അപ്പം തുടങ്ങിയ പറ്റികൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് രാപകലില്ല കഷ്ടപ്പെട്ടു. എന്നിട്ട് എന്തുണ്ട്, കീഴ്ക്കോടതി ഹൈക്കോടതി നല്ല രീതിയിൽ പോയി, സുപ്രീം കോടതിയിൽ വന്നപ്പോൾ അതിങ്ങനെയല്ല ആയി. ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഗതി വരരുത്. ഒരു മകളെ ഓർത്ത് 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 നെഞ്ചുരുകുന്ന ഒരവസ്ഥ ഒരമ്മയ്ക്ക് വരെ. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സൗമ്യയുടെ അമ്മ സുമതി പുനഃപരിശോധനാ ഹർജി തള്ളിയ സുപ്രീം കോടതി നടപടിയോട് പ്രതികരിച്ചത്. മാർക്കണ്ഡേയ കഡ്ജു അടക്കം എല്ലാവരും മകൾക്ക് വേണ്ടി കോടതിയിലെത്തി. ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറം അവർ ചെയ്തു. ഒരുപാട് വിഷമമുണ്ടെങ്കിലും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നീതി കിട്ടിയില്ലെങ്കിലും ഗോവിന്ദസ്വാമി ഒരിക്കലും പുറത്തിറങ്ങരുതെന്നും സുമതി പറഞ്ഞു. ഇവിടുത്തെ അവർ പറയണത് കൊലക്കുറ്റം ഇല്ല എന്നാണ് അവർ പറയുന്നത്. എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ അവൻ ഒരു കാലത്ത് പുറത്തിറങ്ങരുതെന്ന് എനിക്കുണ്ട്. കാരണം ഇനി ഒരു സൗമ്യക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവരുത്. അവൻ എന്നിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. മകളുടെ ഘാതകന് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന ഒരമ്മയുടെ 6 വർഷമായുള്ള പ്രാർത്ഥനയാണ് സുപ്രീം കോടതി നടപടിയിലൂടെ ഇല്ലാതായത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരികെ വാർത്തയിലേക്ക്. 2 ദിവസത്തിന് ശേഷം വീണ്ടും ATMകൾ തുറന്നപ്പോൾ സംസ്ഥാനത്ത് അനുഭവപ്പെട്ടത് വൻ തിരക്ക്. രാവിലെ മുതൽ തന്നെ ATM കേന്ദ്രങ്ങളിലേക്ക് പണം പിൻവലിക്കാനായി നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. അതേസമയം സ്വകാര്യ ബാങ്കുകളുടെ ATMകൾ അധികവും കറൻസികളില്ലാത്തതിനാൽ ഇന്നും പ്രവർത്തിച്ചില്ല. പണമിടപാടുകൾ സാധാരണഗതിയിലാകാൻ ഒരാഴ്ചയെങ്കിലും എടുത്തേക്കും. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ATM കേന്ദ്രങ്ങൾ വീണ്ടും തുറന്നപ്പോൾ എല്ലായിടങ്ങളിലും വലിയ ജനത്തിരക്കാണ് ഉണ്ടാകുന്നത്. പലയിടങ്ങളിലും മണിക്കൂറുകൾക്കകം ATMിൽ പണം തീരുന്ന സാഹചര്യവുമുണ്ടായി. സ്വകാര്യ ബാങ്കുകളുടെ ATM കേന്ദ്രങ്ങൾ അധികവും ഇന്നും അടഞ്ഞുകിടന്നതാണ് ജനങ്ങളെ വലച്ചത്. തുറന്ന ATMകൾക്ക് മുന്നിൽ രാവിലെ മുതൽ തന്നെ വലിയ നിര രൂപപ്പെട്ടിരുന്നു. 2 ദിവസം ക്യാഷില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം രാവിലെ പോയി പല ATM കൗണ്ടറിലും നെട്ടോട്ട് ഓടിയിട്ടും ഇല്ല. പിന്നെ ഇപ്പോൾ ഇവിടെ സ്റ്റാച്യൂവിൽ തുറന്നു നിറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഓടി ഇവിടെ എത്തിയത് തന്നെ. 3-4 സ്ഥലത്ത് പോയിട്ട് വന്നു, അവിടെ ഒന്നും ഇല്ല, തുറന്നിട്ട് പോലും ഇല്ലായിരുന്നു. ഇത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു. 100 രൂപ, 50 രൂപ നോട്ടുകളായി പരമാവധി 2000 രൂപ മാത്രമാണ് നിലവിൽ ATMകളിൽ നിന്ന് ലഭിക്കുന്നത്. മിക്ക ATMകളിലും മണിക്കൂറുകൾക്കകം പണം പലതവണ വീണ്ടും നിറയ്ക്കേണ്ടി വന്നു. ബാങ്കുകളിലെ 100-50 കറൻസികൾ തീരുന്നതിന് മുമ്പ് റിസർവ് ബാങ്കിൽ നിന്നും കറൻസികൾ എത്തിയില്ലെങ്കിൽ ATMകളിലൂടെയും പണം ലഭിക്കാതെയാകുമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. വേണ്ടത്ര കറൻസി സപ്ലൈ, വിശിഷ്യ 100-50 ഡിനോമിനേഷൻ നോട്ട്സ് വേണ്ടത്ര ബാങ്ക് ശാഖകൾ എത്തിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രയാസമാണ് കസ്റ്റമേഴ്സ് നേരിടുന്നത്. അസാധുവായ നോട്ടുകൾ മാറ്റിവാങ്ങാൻ ബാങ്കുകളിൽ ഇന്നും വലിയ തിരക്കാണുണ്ടായത്. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ബാങ്കുകൾ കൂടുതൽ സമയം പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും പണമിടപാടുകൾ സാധാരണഗതിയിലാകാൻ ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ ബാങ്കുകളിലും ATM കൗണ്ടറുകളിലും പ്രശ്നങ്ങൾ തുടരുകയാണ്. ഹരിപ്പാട് ക്യൂവിൽ നിന്നയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. ആലപ്പുഴയിൽ ബാങ്ക് മാനേജർ ഇടപാടുകാരനെ മർദ്ദിച്ചു. 500,000 കറൻസികൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആശങ്കകളും തുടരുകയാണ്. ബാങ്കുകളിൽ നോട്ടുകൾ മാറാനെത്തിയവർക്കും ATMകളിൽ പണം പിൻവലിക്കാനെത്തിയവർക്കും കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആലപ്പുഴ ഹരിപ്പാട് ക്യൂവിൽ നിന്നയാൾ കുഴഞ്ഞു വീണു മരിച്ചു. ഹരിപ്പാട് SBT ശാഖയിൽ ക്യൂ നിന്ന കുമാരപുരം സ്വദേശി കാർത്തികേയനാണ് മരിച്ചത്. ബാങ്കുകളുടെ പ്രവർത്തനം താറുമാറായതോടെ ബാങ്കിലേക്ക് എത്തുന്ന ഇടപാടുകാരും ജീവനക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. പലയിടത്തും ഇത് കയ്യേറ്റത്തിൽ കലാശിക്കുന്നു. പണമിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആലപ്പുഴയിൽ ബാങ്ക് മാനേജർ ഇടപാടുകാരനെ മർദ്ദിച്ചു. ദേശസാൽകൃത ബാങ്കിലെ മാനേജറാണ് ഇടപാടുകാരനെ തല്ലിയത്. പരുക്കേറ്റ യുവാവിനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ മിക്ക ബാങ്കുകളിലും സമാനമായ സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്. വാർത്തകളിലേക്ക്. വിവാദമായ മെത്രാൻ കായലിൽ 8 വർഷത്തിന് ശേഷം വിത്തിറക്കി. കൃഷിവകുപ്പാണ് വിവിധ കർഷകരുടെ ഉടമസ്ഥതയിലുള്ള 25 ഏക്കറിൽ കൃഷി ഇറക്കിയത്. കൃഷിമന്ത്രി VS സുനിൽകുമാർ വിത്തെറിഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. ആറന്മുളയ്ക്ക് പിന്നാലെ മെത്രാൻ കായൽ പാടശേഖരവും കതിരണിയാൻ തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായി തരിച്ചുകിടക്കുന്ന പാടത്ത് കൃഷിമന്ത്രി VS സുനിൽകുമാർ വിത്തെറിഞ്ഞു.
400 ഏക്കർ വരുന്ന പാടത്ത് 25 ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. ബാക്കിയുള്ള 375 ഏക്കർ ദുബായ് ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയുടെ പക്കലാണ്. ഈ ഭൂമിയിൽ കൃഷിയിറക്കാൻ കമ്പനി തയ്യാറായാൽ സർക്കാർ വേണ്ട സഹായം ചെയ്തു നൽകും. മറിച്ച് ഇവിടെ ടൂറിസം പദ്ധതി ആരംഭിക്കാൻ സർക്കാർ അനുവദിക്കില്ല. കൃഷിയിറക്കാൻ കമ്പനി തയ്യാറായില്ലെങ്കിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് കൃഷിയിറക്കാൻ അനുമതി നൽകുമെന്നും സുനിൽകുമാർ പറഞ്ഞു. കമ്പനിക്ക് വേണമെങ്കിൽ ഇവിടെ വിത്ത് വിതയ്ക്കാനുള്ള എല്ലാ അവകാശവും അധികാരവും ഉണ്ട്. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. നെൽവയലല്ലാതെ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയും ഇവിടെ നടപ്പാക്കാൻ പോകുന്നില്ല എന്ന കാര്യം കൂടി ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കമ്പനി വിത്ത് വിതയ്ക്കുന്നില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കുടുംബശ്രീകൾക്കോ ആർക്ക് വേണമെങ്കിലും ഇവിടെ വിത്ത് വിതയ്ക്കാം, നിങ്ങൾക്ക് കൊയ്തെടുക്കുകയും ചെയ്യാം. 5 കർഷകർ മാത്രമാണ് ഇപ്പോൾ കൃഷിയിറക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. 94ന്റെ വാർദ്ധക്യത്തിൽ ചെറുപ്പത്തിന്റെ പ്രസരിപ്പോടെ കൃഷിയിറക്കാൻ എത്തിയ കരുണാകരനെ ചടങ്ങിൽ ആദരിച്ചു. മെത്രാൻ കായലോരത്ത് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സ്ഥലം MLA കെ സുരേഷ് കുറുപ്പ് അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ വിവിധ കക്ഷി നേതാക്കളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വളപട്ടണം സഹകരണ ബാങ്കിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ മുൻ പ്രസിഡന്റ് അടക്കമുള്ളവർ അറസ്റ്റിൽ. ഡയറക്ടർമാർ അടക്കമുള്ളവരുടെ വീട്ടിലാണ് റെയ്ഡ്. ശങ്കർ റെഡ്ഡി, വിജിലൻസ് SP R സുകേശൻ എന്നിവർ ചേർന്ന് ബാർകോഴ കേസ് അട്ടിമറിച്ചുവെന്ന് കാട്ടി സമർപ്പിച്ച ഹർജിയിൽ വിജിലൻസ് കോടതിയിൽ 1 മാസത്തെ സാവകാശം തേടി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലമാണ് സുകേശിന്റെ കേസ് ഡയറിയിലെ കണ്ടെത്തലുകൾ അട്ടിമറിക്കപ്പെട്ടതെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആരോപണം. കേസ് ഡിസംബർ 13-ന് പരിഗണിക്കും. സംഘപരിവാർ ഇന്ത്യൻ ചരിത്രത്തെ വികലമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയത കലർത്തി ചരിത്രത്തെ അവതരിപ്പിക്കാനാണ് ശ്രമമെന്നും പിണറായി പറഞ്ഞു. തൃശൂരിൽ പുകാസ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാർ ഇന്ത്യൻ ചരിത്രത്തെ വികലമാക്കി വർഗീയത കലർത്തി അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ പൊതുജനാധിപത്യ മണ്ഡലത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഈ പൊതുജനാധിപത്യ മണ്ഡലത്തെ സംരക്ഷിച്ച് ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് പുരോഗമന കലാ സാഹിത്യ സംഘം വ്യാപരിക്കേണ്ടത്. കോഴിക്കോടിന്റെ ഹൃദയം കവർന്ന് ബീച്ചിലെ പുഷ്പ പ്രദർശനം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള നിരവധി പൂക്കളാണ് മേളയിൽ കാഴ്ചക്കാരെ ആകർഷിക്കുന്നത്. പുഷ്പമേള ഈ മാസം 14-ന് സമാപിക്കും. വർണ്ണങ്ങളുടെയും വിസ്മയങ്ങളുടെയും ലോകമാണ് ഇവിടം. വശ്യഭംഗിയാൽ ആകർഷിക്കുന്ന നിരവധി പുഷ്പങ്ങൾ. അതിൽ ബ്രസീലിയൻ, തായ്ലൻഡ്, ആസ്ട്രേലിയൻ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ നിന്നും വന്നെത്തിയ സുന്ദരി പൂക്കളും. 5000-ലധികം ഇനം പൂക്കളാണ് ആസ്വാദകർക്ക് വസന്തകാലത്തിന്റെ മാധുര്യം സമ്മാനിക്കുന്നത്. മണ്ണാശ്ശേരി അഗ്രികൾച്ചറൽ ഫാമും മണ്ണുത്തി അഗ്രികൾച്ചറൽ സൊസൈറ്റിയും അപെക് എന്ന സംഘടനയും ചേർന്നാണ് ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 12 മണി മുതൽ 9 മണി വരെ കോഴിക്കോട് ബീച്ചിൽ ഒരുക്കിയിരിക്കുന്ന ഈ പ്രദർശനം കാണാൻ നിരവധി പേരാണ് വന്നെത്തുന്നത്. മറ്റെവിടെയും കാണാത്ത ഒരുപാട് പുഷ്പങ്ങളും അതോടൊപ്പം തന്നെ സസ്യങ്ങളും, അത് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഇതിനു മുൻപ് പലതും നടന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു വൈവിധ്യമാർന്ന ഒരു പുഷ്പ സസ്യ പ്രദർശനം എന്ന് പറയുന്നത് ആദ്യമായിരിക്കും. ചക്കകൾ കൊണ്ടുള്ള വിഭവങ്ങൾ ഒരുക്കിയ ഫുഡ് കോർട്ടാണ് കാഴ്ചക്കാർക്ക് കൊതിയൂറുന്ന വിഭവങ്ങളുടെ മറ്റൊരു ലോകം സമ്മാനിക്കുന്നുണ്ട്. ചക്ക ഊണാണ് അതിൽ സ്പെഷ്യൽ. ചക്ക കൊണ്ടുണ്ടാക്കിയ 16 തരം കറികളാണ് ചക്ക ഊണിന്റെ പ്രത്യേകത. ഒപ്പം 2 തരം ചക്ക പായസവും, പിന്നെ ചക്കവട, ചക്ക ബജി, അങ്ങനെ. ഈ മാസം 14-നാണ് മേള അവസാനിക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വാതന്ത്ര്യം വിലക്കപ്പെട്ട മനുഷ്യന്റെ പ്രതിസന്ധികൾ അരങ്ങിലെത്തിച്ച് കൊല്ലം പ്രകാശ് കലാകേന്ദ്രത്തിന്റെ നാടകം അരങ്ങിലെത്തുന്നു. 15 വർഷം നീണ്ട ഏകാന്ത തടവുകാരനിലൂടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നങ്ങൾ സംവിധായകൻ അണിയിച്ചൊരുക്കിയത്. നാടകം നാളെ അരങ്ങിലെത്തും. പന്തയം വെച്ച് തടവറയിലായ യുവാവ് 15 വർഷം സ്വാതന്ത്ര്യം അപഹരിക്കപ്പെട്ട 4 ചുവരുകൾക്കുള്ളിൽ കഴിയേണ്ടി വരുന്നവന്റെ ചിന്തകളും ആകുലതകളും. ഇതാണ് ഏകാന്തമെന്ന നാടകം അനാവരണം ചെയ്യുന്നത്. മൂടുവളത്തിനുള്ളിൽ നിന്റെ കവിൾത്തടം മാതളപ്പഴ പകുതി പോലെയാണ്.
വായനയിലൂടെ തിരിച്ചറിവുകളിലേക്കുള്ള യുവാവിന്റെ യാത്ര. അറിവ് വിലയ്ക്ക് വാങ്ങാനാകില്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തിച്ച് നാടകം അവസാനിക്കുന്നു. ശ്രീജിത്ത് രമണൻ സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ രാജേഷ് ശർമ്മയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബെറ്റ് വളരെ പ്രസിദ്ധമായ കഥയാണ്. ഒരുപാട് മലയാളത്തിൽ തന്നെ ചില നാടകരൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു സമാന്തര നാടകവേദിയിൽ മാത്രമല്ല, നമ്മുടെ മുഖ്യധാരാ നാടകവേദിയിൽ പോലും നാടകമായി വന്നിട്ടുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ തന്നെയും ആ കഥയൊരു അക്ഷയ ഖനിയാണ്. പ്രശസ്തരായ നിരവധി അണിയറ പ്രവർത്തകർ നാടകത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പ്രകാശ് കലാകേന്ദ്രയുടെ നാടകത്തിന്റെ ആദ്യ അവതരണം നാളെ കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.